ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളം ഉപ്പ് സത്യാഗ്രഹമാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. മുഴുവനായിട്ട് കാണാം കേട്ടോ. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ആണ് പറയുന്നത് 1930 ഏപ്രിൽ 13. ഓക്കെ, നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. നമുക്കറിയുന്നതാണ് അല്ലേ, നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. അതുപോലെ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കൾ 4 നേതാക്കളുണ്ട്. പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, അതുപോലെ ലാസ്റ്റ് വൺ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ. ഓക്കെ, അപ്പൊ എല്ലാ പേരും കാലാണ് തുടങ്ങുന്നതെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കൃഷ്ണപിള്ള, കുഞ്ഞപ്പൻ നമ്പ്യാർ, കേശവ നമ്പ്യാർ, കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അപ്പോൾ നേതാക്കളാണ് പറഞ്ഞത്. പ്രധാന നേതാവ് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. മറ്റു നേതാക്കളാണ് കൃഷ്ണപിള്ളയും, കുഞ്ഞപ്പൻ നമ്പ്യാർ, കേശവൻ നമ്പ്യാർ, കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്, ഉപ്പ് സത്യാഗ്രഹം നടന്ന കേരളത്തിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഉളിയത്ത് കടവാണ്. പയ്യന്നൂരാണ് സ്ഥിതി ചെയ്യുന്നത്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. ഓക്കെ, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നതും പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂര്. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയതാണ് കെ കേളപ്പൻ. കെ കേളപ്പനോടൊപ്പം 32 പേരും കൂടി ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ, കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 32 എന്നുള്ള നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കണം. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പയ്യന്നൂരില് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന അല്ലെങ്കിൽ കെ കേളപ്പൻ നേതൃത്വം നൽകിയ ഉപ്പ് സത്യാഗ്രഹ സമരത്തില് പങ്കെടുത്ത ആൾക്കാരാണ്. എത്ര ആൾക്കാരാണ്? 32 ആൾക്കാരാണ് പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഓക്കെ, അപ്പൊ പേരൊക്കെ ഒന്ന് കേട്ടു പോവുക. ആരംഭിച്ചത്, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 ഏപ്രിൽ 13-നാണ് അല്ലെ. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഉപ്പ് അല്ലെ, ഉപ്പൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നത് ഒരു റൗണ്ട് പാത്രത്തിലാണെന്നുള്ള രീതിയിൽ റൗണ്ട് 0 ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. 1930-ലാണ്. അപ്പൊ ഈ പാത്രം എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രില്ല് ഉപയോഗിച്ച് കഴുകുന്നില്ല രീതിയിൽ പ്രില്ല് ഉപയോഗിച്ച് കഴുകും. ഏപ്രിൽ 13 ഒന്ന് ഓർത്ത് വെക്കുക. നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. മറ്റ് നേതാക്കൾ പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, കുഞ്ഞിരാമൻ നായർ. 4 പേരുണ്ട്. എല്ലാം കാ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, കേരളത്തിലെ പ്രധാന കേന്ദ്രം, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന കേന്ദ്രം ഉളിയത്ത് കടവാണ്. പയ്യന്നൂരാണ് സ്ഥിതി ചെയ്യുന്നത്, കണ്ണൂർ ജില്ലയിൽ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലവും പയ്യന്നൂരാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഓക്കെ, 2 ബാറിലൊക്കെ കയറുന്നത് പയ്യന്മാരാണെന്നൊരു രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാം ബർദോളി എന്നാണല്ലോ. രണ്ടാം ബർദോളി 2 ബാറിലൊക്കെ കയറുന്നത് പയ്യന്മാരാണ്. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. 32 പേരാണ് അതിൽ പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഓക്കെ, ഇവിടെ കോഴിക്കോട് എന്നുള്ളത് കോഴിയുണ്ട്, ഇവിടെ റഹ്മാന്റെ മാനം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോടിന്റെ കോഴി, റഹ്മാന്റെ മാൻ. കോഴിയും മാനും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ആലപിച്ച ഗാനം എന്താണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചതാണ്. അപ്പൊ അത് ആരാണ് എഴുതിയത്? അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരെ അംഷി നാരായണ പിള്ളയാണ് എഴുതിയത്. പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് സത്യാഗ്രഹ ജാഥ നടത്തിയ വ്യക്തി TR കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. ഞാനിപ്പോ ഇത് ആലോചിച്ചിട്ടുള്ളത് പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ഒരു ട്രെയിൻ വരുന്നത്, അതിലൊരു TTR ഉണ്ടെന്നുള്ള രീതിയിലാണ് ആലോചിച്ചത് കേട്ടോ. പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ഉപ്പ് എടുത്തുകൊണ്ട് ഒരു TTR വരുന്ന ട്രെയിൻ, TTR വരുന്ന രീതിയിൽ എന്താ പറയാ, TTR കൃഷ്ണസ്വാമി അയ്യർ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, കേളപ്പൻ അറസ്റ്റ് ചെയ്തപ്പോൾ, അതായത് കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പൈലറ്റ്. ഓക്കെ, പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ.
ഓക്കെ, കേളപ്പൻ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ എന്താ പറയാ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നുണ്ട്, പൈലറ്റ്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എന്ന് പറയുന്നത് പയ്യന്നൂരെ ഉളിയത്ത് കടവാണ്. ഓക്കെ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എന്ന് പറയുന്നത് പയ്യന്നൂര് ഉളിയത്ത് കടവ്. സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വച്ച് മരണപ്പെട്ട വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ജയിലിൽ വെച്ച് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടാണ് മരിച്ചതെന്നുള്ള രീതിയിലൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരണമടഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടാണ് മരിച്ചതെന്നുള്ള രീതിയിലൊന്ന് ഓർത്തു വെക്കുക. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആലപിച്ച ഗാനം പറഞ്ഞു, വരിക സഹചര്യ. ആരാണ് എഴുതിയത്? അംശി നാരായണപിള്ള. പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് അല്ലെ, നമ്മൾ TTR കണക്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കൊണ്ട് TTR വരുന്നു അല്ലെ, ട്രെയിനിന്റെ TTR ചക്കറില്ലേ, ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് TR കൃഷ്ണസ്വാമി അയ്യർ. നെക്സ്റ്റ്, കേളപ്പൻ അറസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം ഉളിയത്ത് കടവാണ്. അതുപോലെ സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. പ്രവർത്തനങ്ങൾ എന്താണ്? വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം. നെക്സ്റ്റ് പറയാം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട ഒരു സംഘടനയാണ് കർഷക സംഘം. എപ്പോഴാണ് രൂപം കൊണ്ടത്? 1935. എവിടെയാണ് രൂപം കൊണ്ടത്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരിവള്ളൂരിലാണ് കർഷക സംഘം ആദ്യമായിട്ട് രൂപം കൊണ്ടത് 1935. ഭഗത് സിംഗിന്റെ നവജവാൻ ഭാരത സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായിട്ട് 1934 ഏപ്രിൽ 13 രൂപം കൊണ്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവക സംഘം. എന്താണ് പറഞ്ഞത്? ഭഗത് സിംഗ് രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയുണ്ട്, അതിന്റെ പേരാണ് നവജവാൻ ഭാരത്. അപ്പൊ ഈ നവജവാൻ ഭാരതിനെ കൂപ്പിടിച്ചുകൊണ്ട് അതിലെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായിട്ട് 1934 ഏപ്രിൽ 13 രൂപം കൊണ്ട് ഒരു സംഘടനയുണ്ട്, അതിന്റെ പേരാണ് അഭിനവ് ഭാരത് യുവക സംഘം. അഭിനവ് ഭാരത് യുവക സംഘം ആരാണ് ഉണ്ടാക്കിയത്? കുഞ്ഞമ്പുവാണ്, AV കുഞ്ഞമ്പു. അഭിനവ് ഭാരത് യുവക സംഘത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ അത് രൂപീകരിച്ചത് ആരാണ്? AV കുഞ്ഞമ്പു. ഓക്കെ, നെക്സ്റ്റ്, കരിവള്ളൂരിൽ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് യുവക സംഘം. അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. ഓക്കെ, അതെവിടെയാണ്? കരിവള്ളൂരാണ് കർഷക സംഘം രൂപം കൊണ്ടത്. അപ്പൊ ആ പോയിന്റ് ആണ് ഒന്നുകൂടി പറയുന്നത്. കരിവള്ളൂരിലെ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച ഒരു സംഘടനയാണ് AV കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായിട്ട് 1934 ഏപ്രിൽ 13 രൂപീകരിച്ച അഭിനവ് ഭാരത് യുവക സംഘം. ഈ അഭിനവ് ഭാരത് യുവക സംഘം എന്താണ് മാതൃകയാക്കിയത്? ഭഗത് സിംഗിന്റെ നവജവാൻ ഭാരത് സഭയാണ് മാതൃകയാക്കിയത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഈ ഭാഗത്ത് നിന്ന് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ടതാണ് കർഷക സംഘം. കണ്ണൂരിലെ കരിവള്ളൂരിലാണ് രൂപം കൊണ്ടത്. ഭഗത് സിംഗിന്റെ നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായിട്ട് 1934 ഏപ്രിൽ 13 രൂപീകരിക്കപ്പെട്ടതാണ് അഭിനവ് ഭാരത് യുവക സംഘം. കരിവള്ളൂരിൽ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് യുവക സംഘം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യം ഇന്ന് പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം.
ഉപ്പ് സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആരംഭിച്ചത് നമ്മൾ പറഞ്ഞാൽ ഉപ്പൊക്കെ ഒരു പാത്രത്തിൽ, വട്ടപാത്രത്തിലായിട്ട് വെക്കുക, പ്രില്ല് ഉപയോഗിച്ച് കഴുകും എന്നൊക്കെ പറഞ്ഞു. 3 നേരവും കഴുകും. 13 ആയിട്ടും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 1930 ഏപ്രിൽ 13. നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. മറ്റ് നേതാക്കൾ ഇതിൽ കാലാണ് തുടങ്ങുന്നത് പറഞ്ഞാൽ കൃഷ്ണപിള്ള, കുഞ്ഞപ്പ നമ്പ്യാർ, കേശവൻ നമ്പ്യാർ, കുഞ്ഞിരാമൻ നായർ. ഓക്കെ. കേരളത്തിലെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. 2ാം ബർദോളി, 2 പ്രാവശ്യം മാറി പോകുന്നത് പയ്യന്മാരാണ് അല്ലെ, പയ്യന്നൂര്. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. 32 പേര് പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കോഴിമാന് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഓക്കെ. ആലപിച്ച ഗാനം വരിക വരിക സഹചര്യ, കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആലപിച്ച ഗാനം വരിക വരിക സഹചര്യ അംശി നാരായണ പിള്ളയാണ് എഴുതിയത്. പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് വന്ന നമ്മൾ TTR പറഞ്ഞല്ലേ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. കേളപ്പൻ അറസ്റ്റ് ചെയ്തതിനു ശേഷം നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. അദ്ദേഹത്തെ എന്താ പറഞ്ഞത്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് അല്ലെ അടിയോടി, കുഞ്ഞിരാമൻ അടിയോടി. പ്രവർത്തനങ്ങൾ: വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം, ഇതൊക്കെയാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന കർഷക സംഘമാണ്. കരിവള്ളൂരിലാണ് രൂപം കൊണ്ടത്. കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂരിൽ. ഭഗത് സിംഗിന്റെ നവജവാൻ ഭാരത സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായിട്ടാണ് എന്ത് രൂപം കൊണ്ടത്? അഭിനവ് ഭാരത യുവക സംഘം 1934 ഏപ്രിൽ 13 രൂപം കൊണ്ടത്. അപ്പോൾ അഭിനവ ഭാരത യുവക സംഘം രൂപം കൊണ്ട ഡേറ്റ് 1934 ആണ് അല്ലെ. അഭിനവ് എന്നൊക്കെ പറയുമ്പോൾ 4 അക്ഷരമാണുള്ളത് അല്ലെ, അഭിനവ്. അപ്പൊ അഭിനവ് 4 അക്ഷരമായതുകൊണ്ട് 1934 എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, കരിവള്ളൂരിലെ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച സംഘടന എന്ന് പറയുന്നത് അഭിനവ ഭാരത യുവക സംഘമാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ചെറിയ ക്ലാസ് ആണ്, കൃത്യമായി കണ്ടു പഠിക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.